ഹലോ എവരിവൺ. നമ്മൾ മനുഷ്യര് ഓരോ മനുഷ്യരോടും, അത് ചിലപ്പോൾ നമ്മളുടെ റിലേറ്റീവ്സ് ആകാം, നമ്മുടെ ചുറ്റും കാണുന്നവർ ആകാം, പലരോടും തന്നെ നമുക്ക് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, അല്ലെ? ഒരു വ്യക്തിക്ക് പോലും ഈ ഭൂമിയിൽ എനിക്ക് ആരും ആയിട്ടൊരു റിലേഷൻ ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഈ റിലേഷൻഷിപ്പ് തന്നെ പലതരത്തിലാണ്. നമ്മളിപ്പോൾ പേരൻസുമായിട്ടുള്ള നമ്മുടെ റിലേഷന്, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, അല്ലെ ജീവിത പങ്കാളി ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, നമ്മളുടെ ഫ്രണ്ട്സ്, അല്ല എങ്കിൽ നമ്മൾ ഇപ്പൊ ലിവിങ് ടുഗദർ ആണെങ്കിൽ അങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള റിലേഷൻഷിപ്പുകളാണെങ്കിലും നമ്മൾ എല്ലാ മനുഷ്യരും തന്നെ മറ്റു പലരുമായിട്ടും ഒരു ബന്ധം വെച്ച് പുലർത്തുന്നവരാണ്. ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പുകൾ നമുക്ക് ഒരുപാട് സന്തോഷവും മനസ്സിന് സമാധാനവും ഒക്കെ തരുമ്പോൾ ചില റിലേഷൻഷിപ്പ് നമ്മളെ മാനസികമായി ആകെ തകർത്ത് കളയാറുമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളെ മാനസികമായി തകർത്ത് കളയുന്ന റിലേഷൻഷിപ്പ് ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയാതെ പോകുന്ന പല സന്ദർഭങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ പെട്ടുകിടക്കുന്നതെങ്കിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു കാഴ്ചപ്പാടും മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എല്ലാം തന്നെ ഇത് ബാധിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ഈ റിലേഷൻഷിപ്പുകളിലുള്ള ഇങ്ങനെയുള്ള ചതിക്കുഴികൾ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇങ്ങനെ റിലേഷൻഷിപ്പുകളിൽ മറ്റൊരാളെ മോശപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കുന്ന, അതായത് റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികൾ തമ്മിലായിരിക്കുമല്ലോ പലപ്പോഴും ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ മാനസികമായിട്ട് തകർക്കുന്നതല്ല, അവര് ശരിയല്ല, അതായത് നിങ്ങൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബന്ധത്തെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പില് മൈൻഡ് ഗെയിം ആണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാം. മൈൻഡ് ഗെയിം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഉള്ള രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തി മറ്റേ വ്യക്തിയെ പലതരത്തിൽ ചൂഷണം ചെയ്യുക. മാനസികമായിട്ടാവാം, അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞവരോട് അവരോട് തന്നെയുള്ള ആ കാഴ്ചപ്പാടുകളിലെല്ലാം നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ആകെ ഒന്ന് തകർത്ത് കളയുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പും നമ്മൾ പലരുടെ ഇടയിലുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇതൊന്നും തിരിച്ചറിയാനായിട്ട് കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചിന്ത ആയിരിക്കും പലപ്പോഴും നമ്മളിലൊക്കെ ഉണ്ടാകും. വളരെ സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കുന്ന റിലേഷൻഷിപ്പുകൾ നമുക്ക് നാശത്തിലേക്കുള്ളതാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഇനി അങ്ങനെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം? ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കണം. കാരണം നമ്മൾ ആരുടെയും ഒരു നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ട് ഒരു ചങ്ങലായിൽ ബന്ധിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് എങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ റിലേഷൻഷിപ്പിലെ മൈൻഡ് ഗെയിം പ്ലേ ചെയ്യുന്ന ആളുകളുടെ സൂക്ഷ്മമായിട്ടുള്ള സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്യാസ് ലൈറ്റിംഗ്. റിലേഷൻഷിപ്പില് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് നമ്മളെ ഒരുപാട് തകർത്ത് കളയുന്നതുമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ കാണിക്കുന്നതാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് പറയുകയാണ്, അത് യാഥാർത്ഥ്യവുമായിരിക്കും, പക്ഷെ നീ പറയുന്നത് ശരിയല്ല, നീ പറയുന്ന ഒന്നുമേ, എല്ലാം നിന്റെ സങ്കല്പത്തിലെ ഇമാജിനേഷൻ ആണ്, നിനക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ പറയുന്നതാണ് ശരി, അല്ല നീ പറയുന്ന എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നമ്മളോട് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമുക്ക് യാഥാർത്ഥ്യം ഏത്, ഞാൻ പറയുന്ന എല്ലാം തെറ്റാണോ, അല്ലെ? ഒരു തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളുടെ മനസ്സിനെ എത്തിച്ച് നമ്മളെ ആകെ കൂടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഘടകമാണ് ഈ ഗ്യാസ് ലൈറ്റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മളിൽ പലരുടെയും റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു കാര്യം കാണാം. നമ്മൾ റിയാലിറ്റിയിലുള്ള ഒരു കാര്യം പറയുമ്പോഴും അവർ പറയുന്നത് ഇതൊക്കെ നിന്റെ വെറും കണക്കുകൂട്ടലുകളാണ്, നീ വെറുതെ ചുമ്മാ ചിന്തിച്ചു കൂട്ടുന്നതാണ്, ഇങ്ങനെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്നുള്ള ഒരു പേര് ഈ ഫിനോമിനയ്ക്ക് വരാൻ കാരണം എന്ന് പറയുന്നത് 1944 പുറത്തിറങ്ങിയ ഒരു ഫിലിം. അതില് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. ഈ സിനിമയില് ഹസ്ബൻഡ് പുറത്തേക്ക് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പൊ ആ ഒരു പഴയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റോ അങ്ങനത്തെ ഇതൊന്നുമില്ല, വിളക്കുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹസ്ബൻഡ് പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വിളക്കിന്റെ ലൈറ്റ് എല്ലാം കുറയ്ക്കും, ഡിമ്മാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ഭാര്യയ്ക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. പതിയെ പതിയെ ആ സ്ത്രീ ഇത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ വീട്ടിലെ ലൈറ്റുകളെല്ലാം തന്നെ അണയുന്നു, തീ വളരെ ഇതാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഭാര്യയ്ക്ക് നിനക്ക് മാനസിക രോഗമാണ്, അങ്ങനെ ഒരു കാര്യമേ ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് ഭാര്യയെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇങ്ങനെയുള്ള സ്വഭാവം കാണിക്കുന്ന വ്യക്തികൾക്ക് ഗ്യാസ് ലൈറ്റ് എന്ന് പറയുന്ന ഇഫക്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. അവോയ്ഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ.
നമ്മളുമായിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ മാനസികമായിട്ട് അലട്ടുന്ന തരത്തിലുള്ള റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ള കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയാതിരിക്കുക എന്നുള്ളത്. ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് വളഞ്ഞു ചുറ്റി കാര്യത്തിലേക്ക് വരാതെ നമ്മളിപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷനിലെ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആകണമെങ്കിൽ അതിൽ ഏറ്റവും അത്യാവശ്യമായ കാര്യം എന്താണ്? ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ, പറയാനുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ ഒരു സ്വഭാവമുള്ള വ്യക്തികൾ, ഈ മൈൻഡ് ഗെയിം ആയിട്ടുള്ള പ്ലേ ചെയ്യുന്ന വ്യക്തികൾ കാണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു കാര്യവും കൃത്യമായി പറയില്ല. ആകെ ആശയക്കുഴപ്പത്തിലാണ് അവർ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. നമുക്കൊരു കാര്യവും അവർ പറയുന്നില്ല, അവർ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന മെസ്സേജ് ഏതാണെന്ന് പലപ്പോഴും തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോവുക എന്നുള്ളതും ഇക്കൂട്ടരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ദേ യൂസ് ഗിൽറ്റ് ആസ് എ വെപ്പൺ. നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തി എപ്പോഴും എല്ലാ കാര്യത്തിനും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ്. നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ ചെയ്തത് ശരിയായില്ല, നിനക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ അവർ ആ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി അവരെ ഒരു വിക്ടിമായിട്ട്, നീ കാരണമാണ് ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നത്, അല്ലെ നിന്റെ പ്രവൃത്തി മൂലമാണ് എനിക്ക് ഇങ്ങനെ നാണക്കേട് വന്നത് എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ റിലേഷൻഷിപ്പിലുള്ളവർ നമ്മളെ ആകെ ആ റിലേഷൻഷിപ്പിൽ ചൂഷണം ചെയ്യാണ്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയുക. ഓർക്കുക, നമ്മൾ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഇങ്ങനെയുള്ള രീതിയിൽ നീ കാരണമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ആ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയാക്കില്ല അല്ലെ. അതോടൊപ്പം നമ്മുടെ ഫ്രീഡം, നമുക്കൊരു വാക്ക് പറയാൻ മേല, അല്ലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് ശരിയല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്താലും നീ ഇങ്ങനെയാണ്, നീ കാരണം എനിക്ക് ഒരിക്കലും സമാധാനം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ നമ്മളൊരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളുടെ സ്വാതന്ത്ര്യം കൂടിയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. നമ്മൾ ആകെ ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ ഇക്കൂട്ടർക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ദേ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ദ ഗോൾ പോസ്റ്റ്. എപ്പോഴും അവരുടെ എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത് അവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ മുമ്പോട്ട് പോകട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടാകണ്ടെന്ന് ഓർത്ത് അവർ പറയുന്നതെല്ലാം നമ്മൾ ശ്രദ്ധയോടെ അല്ല ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുമായിരിക്കും. അങ്ങനെ നമ്മൾ ലൈഫിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്ത കാര്യം, നീ ചെയ്തത് കറക്റ്റാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ഒരു റൂളൊക്കെ നമ്മളോട് പറയും. അങ്ങനെ നമ്മൾ അതേ കാര്യം വീണ്ടും വേറൊരു സാഹചര്യത്തിൽ ആവർത്തിക്കുമ്പോൾ അവരുടെ ആ റൂൾ, അതുകൊണ്ടാണ് ഈ ഒരു പേര് തന്നെ ചേഞ്ചിങ് ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ തവണ ഗോൾ അടിക്കുന്ന പോസ്റ്റും മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ചേഞ്ചിങ് ഗോൾ പോസ്റ്റ് എന്നുള്ള പേര് തന്നെ ഇതിന് ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തിന് പറയുന്നത്. ഓരോ തവണയും ഇതല്ല റൂള്, അല്ലെങ്കിൽ ഇത് നീ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരേ കാര്യത്തിന് തന്നെ പല അഭിപ്രായം പറയുന്നതും ഈ കൂട്ടര് റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത. യൂസ് സൈലന്റ് ട്രീറ്റ്മെന്റ് ആസ് പണിഷ്മെന്റ്. ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഈ കൂട്ടർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പനിഷ്മെന്റ് മെത്തഡ് എന്ന് പറയുന്നത് സൈലൻസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുകയാണ്, ആ വ്യക്തിയോട് നമ്മൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഫോണിലാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ പോവാണ്. പെട്ടെന്നൊരു ദിവസം നമ്മുടെ കോള് കണ്ടാൽ എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, എന്തിനും ഒന്നും അവർ മിണ്ടുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഒരു ആംഗിളിൽ നിന്ന് ഇത് ചെയ്യുമ്പോൾ, അല്ല അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം നമ്മൾ ചെയ്തു, അതിന് നമ്മൾക്കുള്ള പനിഷ്മെന്റ് ആണ് നമ്മളോടുള്ള സംസാരം, ആ കമ്മ്യൂണിക്കേഷൻ തന്നെ അവര് ആകെ കട്ട് ചെയ്യുന്നത്. അവിടെ നമ്മുടെ മാനസിക നിലയോ അല്ലെങ്കിൽ നമുക്ക് എന്തോരം വിഷമം ഉണ്ടാവുമോ എന്നുള്ളതൊന്നുമല്ല, നമുക്കുള്ള ശിക്ഷയാണ് നമ്മളോട് സംസാരിക്കാതിരിക്കുക, അല്ല എങ്കിൽ ഈ ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുക എന്നുള്ളത്. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ തുടരണമോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാൻ താമസിക്കരുത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അല്ലെ എങ്ങനെയും ഈ ബന്ധമൊക്കെ ഞാൻ തുടർന്നുകൊണ്ട് പോകാം, അല്ലെ ശരിയാകും എന്ന് കരുതിയിരുന്നാൽ ഇക്കൂട്ടർ ഒരിക്കലും ശരിയാകുകയില്ല, നമുക്കൊരിക്കലും മനസ്സമാധാനം കിട്ടുകയുമില്ല. ആകെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയും ജീവിതം ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഇതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇക്കൂട്ടരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് നമ്മളുടെ ഇമോഷൻസിനോ ഫീലിങ്സിനോ ഒന്നും യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കും. നമ്മൾ ആകെ മാനസികമായിട്ട് തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടല്ലോ, ഇതൊന്നും അവരെ ഒരു തരത്തിലും ബാധിക്കുന്ന രീതിയിൽ അവരത് കാണിക്കുകയല്ല. അല്ല നമ്മളൊരു ആശ്വാസവാക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുക, ഒന്നും നമുക്ക് കിട്ടുകയില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നേട്ടം നമ്മുടെ ലൈഫിലും ഉണ്ടായി, അതൊന്നും യാതൊരു വിലയും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് ആക്കി അവർ മാറ്റിയെടുക്കാനുള്ള പ്രത്യേക കഴിവ് ഇക്കൂട്ടർക്കുണ്ട്. നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടി നമ്മൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഞാനിത് നേടി എന്ന് പറയുമ്പോൾ അതൊന്നും വലിയ കാര്യമൊന്നും അല്ല. അല്ലെങ്കിൽ ആ ആളെ നോക്കുക, അവരെന്തോരമാണ് നേടിയത്, അല്ല അത് വെച്ച് നോക്കുമ്പോൾ നിന്നെ ഒന്നിനും കൊള്ളില്ല. നമ്മുടെ ഒരു സെൽഫ് വർത്ത്, നമുക്ക് സ്വയം ഒരു മൂല്യം എന്ന് പറയുന്ന സാധനം ഈ ഒരു റിലേഷൻഷിപ്പില് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളത് വാസ്തവമായി. ദേ പ്ലേ ദ വിക്ടിം. സ്വന്തം ഭാഗത്ത് എന്തൊക്കെ തെറ്റുകൾ ഉണ്ടായാലും ഒരിക്കലും
ഞാൻ തെറ്റായിരുന്നു അല്ലെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പാളിച്ചയാണ് എന്ന് അംഗീകരിക്കാൻ ഇക്കൂട്ടർ ഒരിക്കലും മനസ്സ് കാണിക്കില്ല. പകരം ആ ഒരു തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മുടെ മേൽ പഴിചാരുന്ന സ്വഭാവം, നീ കാരണമാണ് എനിക്കിതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞു നമ്മളെ കുറ്റപ്പെടുത്തുക. ആ റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നതും ഇക്കൂട്ടരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ്. അപ്പൊ ആ ഒരു കാര്യത്തിൽ എത്രമാത്രം അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാവോ അത്രമാത്രം അവർ ഇമോഷണൽ മാനിപ്പുലേഷനും ഒക്കെ നടത്തും. വളരെ വൈകാരികപരമായിട്ടും ഒക്കെയും അവരുടെ ആ ഒരു മാനിപ്പുലേഷൻ നമുക്കത് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, കഷ്ടപ്പെട്ട് കൊണ്ട് നടക്കേണ്ട ഒന്നല്ല റിലേഷൻഷിപ്പിന് എന്ന് പറയുന്നത്. പരസ്പരമുള്ള സ്നേഹം, ബഹുമാനം, ഇതൊക്കെയും റിലേഷൻഷിപ്പിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ മറ്റൊരാളോട് യാചിച്ച് അല്ലെ അവരുടെ ഇഷ്ടത്തിന് പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ അങ്ങ് സമർപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നമുക്കൊക്കെ ഒരു വ്യക്തിത്വം ഉണ്ടല്ലേ, ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, ഞാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞാലും അല്ലെ എനിക്ക് റിലേഷൻഷിപ്പാണ് വലുതെന്ന് പറഞ്ഞാലും നമ്മളെയൊക്കെ ഒന്ന് കരുതുന്ന അല്ലെ ബഹുമാനിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നമ്മളുടെ എന്നൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹം ഉള്ളിലുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള സ്വഭാവം നമുക്ക് സഹിക്കാൻ വരാത്ത കാര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ നമ്മൾ തന്നെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ഒരു പേഴ്സണൽ ഗ്രോത്തും അതോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നതാണ്. ഈ പ്രണയബന്ധങ്ങളിലൊക്കെ ആണെങ്കിലും മറ്റേ വ്യക്തി പറയുമ്പോൾ നീ ആരോട് സംസാരിക്കാൻ പാടില്ല, ആരോട് ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു നമ്മളെ അങ്ങ് വളരെ നമ്മളുടെ ലോകത്തെ തന്നെ ചുരുക്കി കളയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലോകത്തെ ചുരുക്കി കളയുന്ന അല്ലെ നമ്മളുടെ അവസരങ്ങൾ ഇടപെടാൻ അല്ലെങ്കിൽ തുടർന്ന് ഒരു പേഴ്സണൽ ഗ്രോത്തിന് സമ്മതിക്കുന്ന അല്ലെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും തുടർന്നുകൊണ്ട് പോകാതിരിക്കുന്നത് തന്നെയാണ് നമ്മളുടെ മനസ്സിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും അതോടൊപ്പം നമ്മുടെ ജീവിത പുരോഗതിക്കും ഉതകുന്നത് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.